പിന്നെ അപ്പീൽ പോകുമ്പോൾ അതൊരു ജീവപര്യന്തമാവാണ്ടിരുന്നാൽ മതിയെന്നുണ്ട്. തെറ്റ് ആര് ചെയ്താലും അത് കിട്ടേണ്ടത് കിട്ടണം. വധശിക്ഷ കിട്ടേണ്ട ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അവർക്കൊന്നും ഇതുവരെ അത് കിട്ടിയിട്ടില്ലല്ലോ. വധശിക്ഷ വിധിച്ചത് മാത്രം പോരാ, വധശിക്ഷ നടപ്പിലാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഷാരോൺ വധക്കേസിൽ കുറ്റക്കാരിയെന്ന് കണ്ടെത്തിയ പ്രതി ഗ്രീഷ്മയെ ഇന്നലെ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. എന്നാൽ ഈ വധശിക്ഷയെ രണ്ട് തരത്തിലാണ് ആളുകൾ സമീപിച്ചത്. ഒന്ന്, ഷാരോണിനും ഷാരോണിൻ്റെ കുടുംബത്തിനും നീതി ലഭിച്ചുവെന്ന്. രണ്ട്, ഏറ്റവും ക്രൂരവും നീചവുമായിട്ടുള്ള രീതിയിലുള്ള കൊലപാതകമാണ് ഗ്രീഷ്മ നടത്തിയതെങ്കിലും ഒരു വധശിക്ഷയ്ക്ക് പര്യാപ്തമായ കേസ് അല്ല ഇതെന്നാണ് മറ്റൊരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിഭാഗം ആളുകൾ പ്രതികരിച്ചത്. എന്നാൽ ആളുകളുടെ ഈ വിഷയത്തിലുള്ള കൂടുതൽ പ്രതികരണങ്ങളും വിലയിരുത്തലുകളും നമുക്ക് അറിയേണ്ടതുണ്ട്. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. ഇന്നലെ ഗ്രീഷ്മയെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം സാറിൻ്റെ ഒപ്പീനിയനിൽ അതിപ്പോൾ ഒരു അധിക ശിക്ഷയായോ? ജീവപര്യന്തം കൊടുക്കായിരുന്നു, ഇരട്ട ജീവപര്യന്തം കൊടുക്കായിരുന്നു, ഇപ്പോൾ വധശിക്ഷയാണ് നൽകിയിട്ടുള്ളത്. ഒരു അധിക ശിക്ഷയായോ? എന്താണ് ഒരു അഭിപ്രായം? ഒരിക്കലുമല്ല. ഗ്രീഷ്മ എന്ന പെൺകുട്ടി ചെയ്തത് ഏറ്റവും ക്രൂരമായ കൃത്യമാണ്. അതിലൊരിക്കലും വധശിക്ഷയ്ക്ക് വിധിച്ചത് മാത്രം പോരാ, വധശിക്ഷ നടപ്പിലാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് ഒരു കുറ്റബോധവും ഇല്ലാതെ ഇത്രയും ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു യുവതി നാളെ വീണ്ടും ഈ കുറ്റകൃത്യം ചെയ്യില്ല എന്ന് ആര് കണ്ടു? വീണ്ടും ആ കുറ്റകൃത്യം അവർ ചെയ്യും. അതുകൊണ്ട് എല്ലാവർക്കും ഒരു താക്കീതെന്ന രീതിയിൽ അവരെ വധശിക്ഷ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് എനിക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്. റയറസ്റ്റ് ഓഫ് റയറസ്റ്റ് കേസിന് മാത്രമാണ് ഈ വധശിക്ഷ എന്ന് പറയുന്നുണ്ട്. ഈ കുട്ടിക്ക് 24 വയസ്സുള്ള പ്രായം, ഇനിയും പഠിക്കാനുണ്ട്, ഇനി ജീവിതമുണ്ട്. അപ്പം അതൊക്കെ കണക്കിലെടുത്തോ നമ്മൾ വൈകാരികമായിട്ട് ഇടപെടുന്നത് കൊണ്ടാണോ ഇങ്ങനൊരു അഭിപ്രായം എന്നുണ്ടോ? ഈ കുട്ടി 24 വയസ്സുള്ള ഒരാൾ ചെയ്യുന്ന കുറ്റകൃത്യമല്ല ചെയ്തിരിക്കുന്നത്. വളരെ ബോധപൂർവം ആസൂത്രണം ചെയ്താണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്. അതും ഏറ്റവും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരു യുവാവിനെ ദാരുണമായി കൊലപ്പെടുത്തുകയാണ് ഈ കുട്ടി ചെയ്തത്. ഇത് ഭാവിയിലെ യുവജനങ്ങൾക്ക് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ കുട്ടിക്ക് വധശിക്ഷ കൊടുത്ത് ഗവൺമെൻറ് മറ്റു കുട്ടികൾ ഇത്തരം കൃത്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അമ്മ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച കാര്യം അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ അമ്മയുടെ അഭിപ്രായത്തിൽ ജീവപര്യന്തമായിരുന്നോ വേണ്ടത്, അത് വധശിക്ഷയാണോ വേണ്ടിയിരുന്നത്? എന്താണ്? ജീവപര്യന്തം കൊടുത്താൽ മതിയായിരുന്നു. പറയാൻ കാരണം ഒരു പെൺകുട്ടി അങ്ങനെ ചെയ്തുകൂടാ, എന്നാലും വധശിക്ഷയ്ക്ക് മാത്രം പര്യാപ്തമായിട്ടുള്ള കേസല്ല എന്നാണ് അമ്മ പറയുന്നത്. എന്തൊക്കെയാ പ്രായം പരിഗണിച്ചാണോ? അത് പ്രായം പരിഗണിച്ച് ആണ്. ചെയ്തു കൂടാത്ത സംഗതിയാണ്, അതാരും ചെയ്യരുത് ആണ്, പക്ഷെ ചെയ്തു പോയി. ജീവപര്യന്തം വേണമെന്നാണ് പറയുന്നത്. ഇതിപ്പം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പം നേരെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയാൽ സ്റ്റേ കിട്ടുമായിരിക്കും. അപ്പം വധശിക്ഷ മാറി ജീവപര്യന്തം ലഭിക്കുമായിരിക്കും. അപ്പം എന്താണ് അങ്ങനെ കിട്ടണമെങ്കിൽ അവിടെ കിടന്നാലും വേണ്ടില്ല, അവിടെ കിടക്കുമല്ലോ കൊച്ചി. വേണ്ടാന്ന് കുറച്ച് കൂടുതലാണെന്നാണ് തോന്നുന്നത്. കാരണം വധശിക്ഷ കിട്ടേണ്ട ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അവർക്കൊന്നും ഇതുവരെ അത് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഈ കുട്ടിക്ക് മാത്രം ഇങ്ങനെ കിട്ടുന്ന ഒരു ജീവപര്യന്തം അത് അത്യാവശ്യമാണ്. പിന്നെ ജാമ്യം ഒരു 5-6 വർഷത്തേക്ക് ജാമ്യം പോലും കൊടുക്കാത്തൊരു ജീവപര്യന്തം അത്യാവശ്യമായിരുന്നു. പക്ഷേ ഇതിന് ഈ ഒരു വധശിക്ഷ എന്ന് പറയുന്നത് അത് കുറച്ച് ഓവറായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ ആളുകൾ കൂടുതലും വൈകാരികമായിട്ട് ഇടപെടുന്നത് കോടതിയെ സ്വാധീനിച്ചിട്ട് അത്തരത്തിലൊരു വിധി പ്രസ്താവന വന്നതാണെന്നാണോ അപ്പം അഭിപ്രായം? അങ്ങനെ സ്വാധീനിച്ചിട്ടാണെങ്കിൽ പോലും അങ്ങനെ വരാൻ പാടില്ല എന്നൊരിതുണ്ടായിരുന്നു. കാര്യം വധശിക്ഷ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അർഹിക്കുന്നവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, കൊടുത്തിട്ടില്ല. നമ്മുടെ സമൂഹത്തിൽ നല്ല ആൾക്കാരായിട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ശിക്ഷ കിട്ടേണ്ട ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊന്നും കൊടുക്കാതെ ഒരാൾക്ക് പെട്ടെന്ന് വധശിക്ഷ കൊടുക്കുമ്പോൾ നമ്മളെല്ലാം ഞെട്ടും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഒരു ജീവപര്യന്തം അത് അത്യാവശ്യമായിരുന്നു. അത് മാത്രമേ അർഹിക്കുന്നുള്ളൂ എന്നാണ് ഞാൻ. ഫസ്റ്റ് തന്നെ കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഗ്രീഷ്മ ഇതിന് ഡിസർവ്ഡ് ആണ്. പിന്നെ അപ്പീൽ പോകുമ്പോൾ അതൊരു ജീവപര്യന്തമാവാണ്ടിരുന്നാൽ മതിയെന്നുണ്ട്. അതാണ് ഒപ്പീനിയൻ. അതേ സമയത്ത് ഒരു ആണാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ ആണ് എന്തൊക്കെയായിരുന്നു പറയേണ്ടായിരുന്നു. ഇപ്പോഴത്തെ സമൂഹത്തിൽ ഒരു ആണ് തെറ്റ് ചെയ്താൽ ഏറ്റവും കൂടുതൽ വരുന്നത് എന്താണ്? പെണ്ണെങ്ങനെയെങ്കിലും
ഒന്ന് സൈലൻ്റായി അതങ്ങ് പോവും. പക്ഷേ അതേപോലെ തന്നെ ഒരു ആണ് ചെയ്യുമ്പോൾ ആണ്ട് മണ്ടയിലായിരിക്കും എല്ലാ കേസും പറഞ്ഞു. ആണ് ഇപ്പോൾ പെണ്ണായതുകൊണ്ട് മാത്രം വധശിക്ഷ അംഗീകരിക്കുന്നു എന്നാണോ? അങ്ങനെ ഒരിക്കലും ഇല്ല. പക്ഷെ ശിക്ഷ ചെയ്ത ആരായാലും തെറ്റ് ചെയ്താൽ തെറ്റ് ആര് ചെയ്താലും അത് കിട്ടേണ്ടത് കിട്ടണം. അതാണ് അതൊരു പയ്യൻ്റെ ജീവിതമാണ് പോയത്. അത് ഉറപ്പായിട്ട് വധശിക്ഷ തന്നെ വേണം. നമുക്ക് നല്ല വയസ്സ് പോലും ആയി കാണൂല ആ ഏജ് ആ ചേട്ടന്. അപ്പോൾ ആ പെൺകുട്ടിക്ക് അതേപോലെ 24 വയസ്സേ ഉള്ളൂ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ വീണ്ടും ജീവിക്കാനുള്ള അവകാശം ഇല്ല എന്നുള്ളതല്ലേ? അത് ശരിയാണ്. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ജീവനാണ് പോയത്. ഇഷ്ടമില്ലെങ്കിൽ അത് അങ്ങ് പറഞ്ഞങ്ങ് പോകണം. വെറുതെ കൂടെ നിന്നിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു പയ്യനായാലും ഒരു പെണ്ണായാലും നമ്മൾ പറയേണ്ടത് പറയണമല്ലോ.